ഹലോ ഗായ്സ്, നമ്മളെ പെരേന്ന് പുറത്താക്കി. എന്നെ മാത്രല്ല, വേറെ ഒരുത്തുണ്ട് വേറെ പെരേന്ന് പുറത്താക്കി. പണിക്ക് പോകാത്തോണ്ട് പണി അന്വേഷിച്ചു പോവാ ബാംഗ്ലൂർക്ക്. ഒരു 4 കൊല്ലത്തിന് ശേഷം വരുന്നുള്ളൂ. കാരണം പൈസ ഉണ്ടാക്കിയിട്ട് അത് ബാംഗ്ലൂരിലെ ലക്ഷ്യം. അവിടുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലേ നോക്കണം. ഇല്ലെങ്കിൽ നേരെ മുംബൈക്ക്, മറ്റേത് റോക്കി ബായി നാട്ടിക്ക്. ഈ ദമ്മക്കെട്ടാട്ട് നമ്മളുണ്ടാവും. അന്ന് രാത്രി ട്രെയിൻ കയറി ബാംഗ്ലൂരിലുള്ള കൊറേ പട്ടീസ് വർക്ക് ഞാൻ പെരയത് ഇങ്ങനെ ഇത് പറഞ്ഞു പോയതാണ്, അത് പറഞ്ഞു പോകുന്നതാന്ന് പറഞ്ഞാൽ ഓ കൊറേ ദമ്മാക്കി. അന്റെ വർത്താനം കേട്ട് ഞാൻ പോകുന്നത് പ്രതീക്ഷിക്കാൻ തരോ. പെര ഇരുന്നിട്ട് കാര്യമില്ല, പെര ഇരുന്ന് സഹായം കിട്ടൂല. അങ്ങനെ ഒരു നാട്ടുകാരെ കുറ്റം പറയലും ട്രെയിനിലെ ആൾക്കാരെ ഉപദേശിക്കാൻ കഴിഞ്ഞ ശേഷം നേരെ നമുക്ക് തോന്നാറില്ല ലാസ്റ്റ് വിശക്കലൊടിക്കും. രാത്രി നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം വളരെ ലേറ്റ് ആയിട്ടല്ലേ? കാരണം പൈസ ഉണ്ടാക്കാനാ പോണേ, പൈസ കളയാനല്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരെത്തിയപ്പോൾ അവിടെ നേരെ മെട്രോ കയറിയിട്ട് പൊനക്കൊണ്ട ക്രോസ് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. മെട്രോയിൽ ഇരുന്നപ്പോൾ ഓനൊരു ബുദ്ധി ഉണ്ട്. ഈ കോയി വെച്ചാട്ട് നമ്മള് ഒരു ദിവസം മൊത്തം മെട്രോയിൽ ഇരിക്കാം. ഓന്റെ ബുദ്ധിക്ക് ഒരു കോയ പോക്കേ. അങ്ങനെ ഒടുവിൽ നമ്മൾ റൂമിലെത്തിയപ്പോഴോ നമ്മളെ പോലെ തന്നെ തിരിഞ്ഞ കുറേ നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയെന്ന് അറിയിച്ചല്ലോ. അപ്പൊ നമ്മള് ഉച്ചക്കായപ്പോ റീൽ എടുക്കാൻ ഇറങ്ങി. അപ്പൊ വണ്ടി കണ്ട അതിമരുന്നോട് തലങ്ങ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചണല്ലോ. അതാണ് അതിന്റെ ഒരു ഇത്. പോസ് ഫ്രണ്ട് ക്യാമറ വെച്ചായിട്ട് കൂടിനെസ് വാരി അറിയി. അത് അവസാനം ലാസ്റ്റ് വ്ലോഗായി. ഇന്ന് രാത്രി ഒരു കളിയുണ്ട്. ഇന്ന് രാത്രി കിടിലൻ ടർഫ് ഇവിടെ അരീക്കോട് വേഴ്സസ് ബാംഗ്ലൂർ. അരീക്കോട് വേഴ്സസ് ബാംഗ്ലൂർ. നല്ല കിടില. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളൂ. നല്ലൊരു കളിയുണ്ട്. ആ കളി വളരെ കണ്ടു മിസ് ചെയ്തില്ല. കിടിലൻ കളി കാരണം ഇറങ്ങാച്ചാത്തോണ്ട് ഞാൻ ഇറക്കി കുറെ സ്കില്ലിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്റെ ഒരു മാരക സാധനം വരാണ്ട് ഞാൻ, പക്ഷെ ഇറക്കും ഞാൻ. ബാക്കി അവിടെ ഒത്തിരി കണ്ടുപോയി. ഞാൻ പിന്നെ മലപ്പുറംകാരാന്നുള്ള തമ്മിലാ ഞാൻ നിക്കണോ. ആരെ തമ്മിലാ നിക്കണേച്ചല്ലോ. കുറെ കാലമായിട്ട് സ്കൂൾ ടീമിന്റെ പേരും പറഞ്ഞാൽ കുറെ കാലം കുറെ ആൾക്കാരെ പറ്റിച്ചു തുടങ്ങി. അവനെ നാട്ടുകാരെ വരെ പറ്റിച്ചു തുടങ്ങി. ഒരു ടീമിൽ കളിച്ചു മാത്രമേ അറിയുള്ളൂ. സാധനം നമുക്ക് കുറച്ചപ്പോ മനസ്സിലായി വിശക്കുണ്ട്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വൈകുന്നേരമൊക്കെ ആയപ്പോ ചെക്കന്മാരൊക്കെ ഒപ്പം ഒന്ന് വൈബാക്കാൻ ക്രിക്കറ്റ് ഒക്കെ കളിച്ച് അങ്ങനെ രാത്രിയായി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പോയിക്കോളി.